ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു കോടതിയെ ശരിക്കും ഇളക്കി മറിച്ചു എന്ന് തന്നെ പറയാം. കോടതിയിൽ ഗീതു നിരത്തിയ ഓരോ തെളിവുകൾക്കും മുന്നിൽ രാധികയും രാധികയുടെ മകനും ഗോവിന്ദും വക്കീലും എല്ലാവരും പകച്ചു നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ഗീതു തകർത്ത് വാരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീതു ഒരു മാനസിക രോഗിയാണെന്നും ഗീതു ഇപ്പോൾ പറയുന്നതല്ല, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറി നിന്ന് പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവർ പുതിയ പിടിവള്ളി എടുത്തിടുക. അപ്പോഴേക്ക് രാധിക അവിടെ ഇരുന്ന് വരുണിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഏതായാലും ഈ ഒരു പിടിവള്ളിയിൽ അവൻ കയറിക്കോളും. ഇനിയിപ്പോൾ അവളുടെ ചോദ്യങ്ങൾക്ക് ഒന്നിനും അല്ലെങ്കിൽ അവളുടെ ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നുള്ള കാര്യമൊക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരിങ്ങനെ ആശ്വാസം കണ്ടെത്തി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വക്കീൽ അവിടെ നമ്മുടെ ഗീതു ഒരു മാനസിക രോഗിയാണെന്നുള്ള വിഷയം എടുത്തിട്ടു. ഇത് കേട്ടപ്പോഴും ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു വീണ്ടും സംസാരിക്കാം. അപ്പോഴേക്കും എന്താണ് ഗീതാഞ്ജലിക്ക് പറയാനുള്ളതെന്നുള്ള കാര്യം ജഡ്ജി ചോദിച്ചപ്പോൾ ജഡ്ജിയോട് നമ്മുടെ ഗീതാഞ്ജലി ചോദിച്ചു, എനിക്ക് മെൻ്റലാണെന്നുള്ള കാര്യം ഇവരെല്ലാവരും പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് മെൻ്റൽ അല്ലെങ്കിൽ ഞാനൊരു മെൻ്റൽ പേഷ്യൻ്റ് ആണെന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾക്ക് ഈ കോടതിക്ക് മുമ്പാകെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപാകെയോ കാണിക്കാനുള്ള മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പേപ്പർ എടുത്ത് കാണിക്കാം. അപ്പോൾ കൊടുക്കുന്ന പേപ്പറെല്ലാം ഉടായ്പാണ്. അപ്പോൾ ഇതും സത്യസന്ധം തന്നെയാണല്ലോ അല്ലേ എന്ന് ജഡ്ജി ഇങ്ങനെ ചോദിച്ചേ. അപ്പോൾ ഈ രണ്ടാനമ്മയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നും രണ്ടാനമ്മയാണ് ഇതിനകത്ത് ഒപ്പിടാൻ സാധ്യത ഉള്ളതെന്നും നമ്മുടെ ഗീതു പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മുടെ രമേശൻ വക്കീൽ ഈ കാര്യം എടുത്തിടുന്നത്. എന്തായാലും ഗീതു അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രമേശൻ വക്കീൽ അടുത്ത വിഷയം എടുത്തിട്ടു. അത് കേട്ട പാടി കേൾക്കാത്ത പാതി നമ്മുടെ ജഡ്ജിയുമായിട്ടുള്ള ആ ഒരു ഇതിൽ നമ്മുടെ ഗീതു അതിൻ്റെ കാര്യകാരണങ്ങളും അങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം അതും ഫ്ലോപ്പായി, അതും ഡിമ്മായി എന്നുള്ള കാര്യം രാധികയ്ക്കും മകനും മനസ്സിലായി. ഇത്തവണ അവർ പൊളിഞ്ഞു എന്ന് തന്നെ അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഗീതു പറയുന്ന ഓരോ സത്യങ്ങളും കേട്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക. കാരണം ഇതിനകത്ത് പകുതി കാര്യങ്ങൾ പോലും ഗോവിന്ദ് അറിഞ്ഞതല്ല. പക്ഷേ ഗീതു വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ ഇതിനകത്തൊക്കെ പങ്കുണ്ട്. ഗോവിന്ദും മനഃപൂർവ്വം തന്നെ ഗീതുവിനെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ഇവരുടെ കൂട്ടുപിടിച്ച് ഓരോന്ന് ചെയ്യുന്നതാണെന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴാണ് പാവം ഗോവിന്ദ് കാര്യങ്ങളെല്ലാം അറിയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതുവിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മേടിക്കാനാണ്, അതൊക്കെ ഇവിടെ ഹാജരാക്കാൻ സാധിക്കും അടുത്ത ഹിയറിങ്ങിൽ എന്നുള്ളതൊക്കെ പറഞ്ഞപ്പോഴേക്കും മേഡത്തിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ, അടുത്ത ഹിയറിങ് വരെ ഒന്നും നിൽക്കണ്ട, ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ വിവരം മേഡത്തിന് അയച്ചു തരാമെന്ന് പറഞ്ഞ് ജഡ്ജിയോട് നമ്മുടെ ഗീതു പറഞ്ഞപ്പോൾ, ഗീതു നീ സ്മാർട്ടൊക്കെയാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഓവർ സ്മാർട്ട് ആകരുത് കേട്ടോ എന്ന് നമ്മുടെ ജഡ്ജി ഗീതുവിനോട് പറയാം. അത് കേട്ടപ്പോൾ നമ്മുടെ ഗീതു ഒന്ന് ചമ്മി. അത് കേട്ടപ്പോൾ രാധികയ്ക്ക് ഇച്ചിരി അങ്ങ് സുഖിച്ചു. അങ്ങനെ ആ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ഈ കൊടുത്ത രേഖകളും അതുപോലെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം പുളുവാണെന്നും വ്യാജമാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ജഡ്ജി മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും രാധികയുടെ തലയിൽ ഇടുത്തി വീണതുപോലെയുള്ള ഒരു ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിധിയാണ് ജഡ്ജി അവിടെ പ്രഖ്യാപിച്ചത്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും യാതൊരു പ്രശ്നവും അല്ലെന്നും അതുപോലെ തന്നെ ഇവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവരെ തമ്മിൽ തെറ്റിക്കാൻ ഇവർക്കിടയിൽ നിന്നുകൊണ്ട് ചിലർ കളിക്കുന്നതാണെന്നും അതുപോലെ ഗീതുവിൻ്റെ ആ പേപ്പറിൽ വ്യാജ ഒപ്പിട്ടത് ആരായിരുന്നാലും അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള കാര്യങ്ങളും ജഡ്ജി ഇങ്ങനെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഗീതുവിനെ ഗോവിന്ദനോടൊപ്പം അറയ്ക്കൽ തറവാട്ടിലേക്ക് പറഞ്ഞു വിടുകയും അതുപോലെ തന്നെ അപ്പം ഗീതു കുറേ കാര്യങ്ങളൊക്കെ മേഡത്തിനോട് പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ വേറെ മുറിയിലാണ് കിടക്കുന്നത്, അതുപോലെ തന്നെ രാധിക ഇവർ ഒരു മുറിയിൽ കിടത്തില്ല, ഇതാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും രാധിക എന്തൊക്കെയാണോ അറയ്ക്കൽ തറവാട്ടിൽ ഗീതുവിനോട് കാട്ടിക്കൂട്ടുന്നത് അത് മുഴുവൻ വള്ളി പുള്ളി വിടാതെ നമ്മുടെ ഗീതു അവിടെ പറഞ്ഞു ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടാണ് ജഡ്ജി തൻ്റെ തീരുമാനം അറിയിക്കുന്നത്. അങ്ങനെ വിധി പ്രഖ്യാപനത്തിൽ ഗീതുവിനും ഗോവിന്ദനും ഒരു റൂമിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാമെന്നും അതിനെ ആരും തടസ്സം വെക്കരുതെന്നൊക്കെയുള്ള കാര്യങ്ങളും പറഞ്ഞ് എന്തൊക്കെ വേണോ അതെല്ലാം ആ ജഡ്ജി അവിടെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി. ഗീതുവിന് അതുപോലെ ഗോവിന്ദനും തമ്മിലുള്ള ആ ഒരു വിവാഹത്തിൻ്റെ ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ ഇവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മതി വിവാഹത്തിൻ്റെ മോചനം അല്ലെങ്കിൽ വിവാഹമോചനം എന്ന് പറഞ്ഞ് മേഡം ഗീതുവിനെ ഗോവിന്ദൻ്റെ കൂടെ പറഞ്ഞു വിടുക. അങ്ങനെ ഗീതുവും ഗോവിന്ദനും വേർപിരിയുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രാധിക തകർന്നു പോയില്ലേ, രാധിക തീർന്നു. രാധിക ഇനി മണ്ണിനടിയിലേക്ക് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയിലേക്കായി. അങ്ങനെ അത് കഴിഞ്ഞു. ഈ കോടതി പിരിച്ചുവിടുന്ന സമയത്ത് ഗീതാഞ്ജലിയോട് തൻ്റെ ക്യാബിനിലേക്കൊന്ന് വരണമെന്ന് ജഡ്ജി പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതെന്തിനായിരിക്കും ഗീതുവിനെ അങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് പെട്ടെന്ന് ഇവർ ചിന്തിക്കുവാണേ. അങ്ങനെ ഇവർ രണ്ടുപേരും ഒറ്റക്കൈ ആണോ എന്നുള്ളൊരിതിൽ അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. മേഡത്തിൻ്റെ അരികിലേക്ക് ഗീതു പോകാനായിട്ട് തുടങ്ങുന്നു.
പുറത്തിറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമല്ലേ. അപ്പോഴേക്ക് രാധിക പേടിച്ച് ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെന്നു. കണ്ണാ എന്ന് വിളിച്ച്. അമ്മേ, എന്താ അമ്മ ഇത്? ഈ കോടതി മുറ്റത്തിട്ട് അല്ലെങ്കിൽ കോടതി മുറിക്കകത്തിട്ട് എന്നെ നാണം കെടുത്താനാണോ അമ്മ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പം, കണ്ണാ എനിക്കിതൊന്നും അറിയില്ല കണ്ണാ, ഞാനിതൊന്നും അറിഞ്ഞതല്ലെന്ന് പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിക്കുക രാധിക. അമ്മയ്ക്കിതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ ഗീതുവിൻ്റെ പേരിൽ ഗീതു ആണെന്നും പറഞ്ഞുകൊണ്ട് വ്യാജ ഒപ്പിട്ടവൾ ആര്? അതാരായിരുന്നാലും അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോഴത്തേക്ക് രാധിക ഞെട്ടി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കള്ളത്തരം കാട്ടിയതെന്നും എനിക്ക് അറിയണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഗോവിന്ദനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഇതെങ്ങാനും അന്വേഷിച്ച് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യം തീർന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് രാധിക പേടിച്ച് വിറച്ച് അവിടെ അങ്ങനെ നിൽക്കുക. ഇനി അതിൻ്റെ ഒന്നും പിന്നാലെ പോകണ്ട കണ്ണ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ പോയേ മതിയാകൂ എന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ ഗോവിന്ദും ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടേ. അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതു നേരെ ജഡ്ജിയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നാൽ മേഡവുമായിട്ട് സംസാരിക്കുന്ന സമയം, നിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം, വിജയലക്ഷ്മി മേഡം പറഞ്ഞ സകല കാര്യങ്ങളും എനിക്കറിയാവുന്നതാണ്, പക്ഷേ ഇച്ചിരി സ്മാർട്ട്നെസ് കൂടുതലായി പോയി കേട്ടോ. അതെ, നിൻ്റെ ഈ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഭയങ്കര സ്നേഹപ്രകടനങ്ങളും അല്ലെങ്കിൽ ഒരു പരിശുദ്ധയായ ഭാര്യയുടെ ഒരു റോളൊക്കെ എടുത്തങ്ങ് തലയിലേക്ക് അങ്ങ് വെച്ചിട്ട് നമ്മുടെ ഗീതു അങ്ങ് അഭിനയം തുടങ്ങിക്കഴിഞ്ഞപ്പം മതി, നിർത്തിക്കോളാൻ പറഞ്ഞു, ഈ ഷോ നിർത്തിക്കോളാൻ പറഞ്ഞു ജഡ്ജി ഗീതുവിനോട്. നിന്നേക്കാളും ഒരുപാട് ഓണം കൂടുതലുണ്ടവളാണ് ഞാൻ. പിന്നെ ഒരു ഭാര്യയുടെ കടമ അതെന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നേക്കാളും കഷ്ടപ്പാടാണ് എനിക്ക് ജീവിക്കാൻ. എന്നെ സംശയത്തിന് മേൽ സംശയമായ ഒരുത്തനെ ചവിട്ടിക്കൂട്ടി ഒരു മൂല കിട്ടിട്ടാണ് ഈ ജോലിക്ക് ഞാനിവിടെ വരുന്നതെന്ന് ജഡ്ജി പറയാം. അതുകൊണ്ട് വല്ലാണ്ട് നീ അങ്ങോട്ട് കയറി എന്നെ ഇതാക്കാനൊന്നും വരണ്ടാന്ന്. പിന്നെ ഉണ്ടല്ലോ, ജഡ്ജിയുടെ ഫോൺ നമ്പർ ചോദിച്ച് നിൻ്റെ പേരിൽ എനിക്ക് കേസ് ചാർജ് ചെയ്യാൻ വരെ വകുപ്പുണ്ടെന്നും അതുകൊണ്ട് മര്യാദയ്ക്ക് മുന്നോട്ട് പോയിക്കൊള്ളണമെന്നും ഗീതുവിനോട് മേഡം പറയുക. അപ്പോൾ മേഡം അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, സോറി മേഡം, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല എന്ന് നമ്മുടെ ഗീതു പറഞ്ഞെങ്കിലും നീ എങ്ങനെ വിചാരിച്ച് പറഞ്ഞതാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകരുതെന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് ഭർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കാതെ ഭർത്താവിനെ യഥാർത്ഥമായി സ്നേഹിച്ച് നോക്കാനും ആ മേഡം ഗീതുവിനോട് പറയുക. അങ്ങനെ രാധികയ്ക്ക് മൊത്തത്തിൽ കണ്ടകശനിയാണെന്നാണ് തോന്നുന്നത്. രാധിക എവിടെ തൊട്ടാലും അവിടെ എല്ലാം കളി അബദ്ധമാവുക. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവരെല്ലാം ഇതൊക്കെ കഴിഞ്ഞ് വീടുകളിലൂടെ എത്തി. അപ്പോഴും അമ്മയും മകനും കൂടെ നിന്ന് സംസാരിക്കുക, അതായത് വരുണും രാധികയും. എങ്ങനെയെന്നാലും ആ ഒപ്പ് അവർ രണ്ടുപേരും കൂടെ സംഘടിപ്പിച്ചു. അത് നിസ്സാരമല്ലേ? മകളുടെ ഒപ്പാണെന്നും പറഞ്ഞ് അമ്മയും അപ്പനും കൂടെ ചേർന്ന് അങ്ങ് ഒപ്പിട്ടങ്ങ് തന്ന് കാച്ചും കൊണ്ടങ്ങ് പോയി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും അമ്മയെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞ് വരുൺ ഇങ്ങനെ രാധികയെ കുറ്റപ്പെടുത്തുക. എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ അമ്മയെ കുറ്റപ്പെടുത്താൻ നോക്കിയിരിക്കുന്ന മകനോട് ശരിക്കും നല്ല 4 ഡോസ് കൊടുക്കുകയും ചെയ്തു രാധിക. ഇനി എന്തായാലും ഉറപ്പായമ്മേ, ഉടനെ ഒന്നും ഗോവിന്ദേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഗീതുവിനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ പറിച്ചെറിയാനോ കഴിയില്ല. കാരണം ഒരിക്കലും അവൾ ഗോവിന്ദേട്ടനിൽ നിന്ന് പിരിഞ്ഞു പോകില്ല. നമ്മൾ വെറുതെ പണിയെടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു തവണ പിഴച്ചു പോയി എന്ന് കരുതി എല്ലാ തവണയും അങ്ങനെ പിഴച്ചു പോകണമെന്നുണ്ടോ എന്ന് വരുണിനോട് അമ്മ ചോദിക്കുന്നു. നിനക്ക് ആത്മവിശ്വാസം ഇല്ലായിരിക്കാം, പക്ഷേ ഗീതുവിനെ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി എടുത്തെറിയുമെന്നുള്ളത് എൻ്റെ ശപഥമാണെന്നും അത് ഞാൻ ചെയ്തിരിക്കുമെന്നും രാധിക ഇങ്ങനെ അവിടെ ഇരുന്ന് മകനോട് പറയുന്നു. അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മുടെ കണ്ണൻ്റെ മനസ്സ് മാറ്റി ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് രാധിക. അവിടെ ചെന്നപ്പോഴേക്ക് നമ്മുടെ ഗീതു ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്ന മുറിയിൽ നിന്നും കെട്ടും കിടക്കുകയും ഒക്കെ ആയിട്ട് ഗോവിന്ദൻ്റെ റൂമിലേക്ക് വരുന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് രാധിക ഞെട്ടി. നീ എന്തിനെല്ലാം പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പോൾ, ജഡ്ജി പറഞ്ഞത് കേട്ടില്ലേ, ഇന്നത്തെ വിധി എന്തായിരുന്നു? ഭാര്യയും ഭർത്താവും ഒരു മുറിയിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയണമെന്നുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ സാധനങ്ങളെല്ലാം ആ ഒരു റൂമിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞത് അറിയില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? ഇങ്ങനെ ചോദിക്കേണ്ടതായ എന്തെങ്കിലും കാര്യമുള്ളതാണോ? നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്ന് ചോദിച്ച് നമ്മുടെ ഗീതു തകർത്തു വരുമല്ലേ. ആ സമയം കിട്ടിയ അവസരം നീ മാക്സിമം മുതലെടുക്കുകയാണല്ലേ എന്ന് രാധിക ഗീതുവിനോട് ചോദിച്ചപ്പോൾ, പിന്നെ എൻ്റെ അവസരങ്ങളല്ലേ ഞാൻ മാക്സിമം മുതലെടുക്കേണ്ടത്, അല്ലാതെ അമ്മയുടെ അവസരം ഞാൻ മുതലെടുത്തിട്ട് എന്താ അമ്മയെ കാര്യം? ഈ അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഗീതു രാധികയെ കളിയാക്കുന്നു. അതെ, എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോവുകയായിരുന്നെങ്കിൽ എനിക്ക് കണ്ണേട്ടനെ ഒന്ന് കിടക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗീതു ഭയങ്കര ഇത്. അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ വിജയശ്രീ ലാളിതയായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇതേ സമയത്ത് മേഡത്തിനെ വിളിച്ച് നന്ദിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ജഡ്ജിയും നമ്മുടെ വിജയലക്ഷ്മി മേഡവും തമ്മിലുള്ള ആ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് ഗീതുവിന് കുറച്ചെങ്കിലും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടിയത്. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും ഒന്നും ഈ പറഞ്ഞ രാധികയ്ക്കോ മകനോ അല്ലെങ്കിൽ വക്കീലിനോ ഇവർക്കാർക്കും അറിയാത്ത കാര്യമാണ്.
അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ അരങ്ങേറി. എന്തായാലും ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ജീവിതത്തിലേക്ക് പുതിയ പുതിയ പ്രതിസന്ധികളുമായിട്ട് വരാനിരിക്കുന്നവരെ എല്ലാ രീതിയിലും അങ്ങനെ ആ ഒരു ഇതിലേക്കൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ഗീതു ഇങ്ങനെ ഭയങ്കര പവർഫുള്ളായിട്ട് തന്നെ നിൽക്കുക. ഗോവിന്ദനെ കണ്ണേട്ട എന്നല്ലാതെ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ട് പോലും അങ്ങനെ മാറ്റി വിളിക്കാൻ നമ്മുടെ ഗീതു തയ്യാറാകുന്നില്ല. ഈ സമയത്ത് ഈ കള്ളയൊപ്പിട്ടതിൻ്റെ പേരിൽ ഇനി കൊണ്ടുപോയ 50 ലക്ഷം രൂപ അത് തിരിച്ചു പിടിക്കാനൊന്നും കഴിയില്ലെന്ന് രാധികയ്ക്ക് അറിയാം. എങ്കിലും നമ്മുടെ ഭദ്രനെയും ഭാര്യയെയും കയ്യോടെ പിടികൂടിയാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്ന് അമ്മയും മകനും കൂടി ഇട്ട പ്ലാനിൽ അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വേഗം തന്നെ അവരെ വിളിക്കാൻ അല്ലെങ്കിൽ അവരെ കാണാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായി. ഈ സമയത്ത് കോടതിയിലെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ മുങ്ങാനുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ കഥ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പ്രമോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.